ഇന്ന് ഡിസംബർ 9, 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനപങ്കാളിത്തത്തിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് കോമ്പസ് മീഡിയ നടത്തിയ പര്യടനത്തിൽ പലയിടത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് വോട്ടിംഗ് ശതമാനത്തിൽ വളരെയധികം കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉച്ചവരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. വൈകുന്നേരത്തിന് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ശതമാനം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. എങ്കിൽ തന്നെയും കഴിഞ്ഞ തവണത്തേനേക്കാളും കുറവാണ് പലയിടത്തും പോളിംഗ് ശതമാനം എന്ന് അറിയുന്നുണ്ട്. അതിന് വിഭിന്നമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൊതുവെ ഒരു വോട്ടെടുപ്പിലൊരു ജനപങ്കാളിത്ത കുറവ് കാണുന്നുണ്ട്. അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടൊരു അന്വേഷണം ഇനി നടത്തേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഉച്ചവരെയുള്ള ശതമാന കണക്കിനേക്കാളും ഉച്ചയ്ക്ക് ശേഷം ആളുകൾ കൂടുതൽ പോളിംഗ് ബൂത്തിൽ എത്തുമെന്നും വോട്ടിംഗ് ശതമാനം കൂടുമെന്നും പ്രതീക്ഷയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും കോമ്പസ് മീഡിയയോട് പങ്കുവച്ചത്. ഇപ്പോൾ കോമ്പസ് മീഡിയ ഉള്ളത് ആറ്റുകാൽ വാർഡിലെ ചിന്മയ സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ 7-ാം നമ്പർ ബൂത്തിലെ വോട്ടർ മെഷീന് എന്തോ കംപ്ലൈൻ്റ് ആയി അങ്ങനെ വോട്ടിംഗ് കുറച്ചു നേരമായിട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ശരിയാക്കുന്നതിനായി അതിനുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ജനങ്ങൾ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. കോമ്പസ് മീഡിയയുടെ കൂടെ ഉള്ളത് ആറ്റുകാൽ വാർഡിൽ മത്സരിക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി അശ്വതിയാണ്. എന്താണ് അശ്വതിക്ക് ഈ വോട്ടെടുപ്പ് വേളയിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം. ഞാൻ LDFിന്റെ സ്ഥാനാർത്ഥി അശ്വതിയാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് മെഷീനിൽ കുറച്ച് എറർ വന്നു. 7-ാമത്തെ ബൂത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല വിജയ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. LDF തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും LDF തന്നെ ഈ തുടർഭരണം നടത്തുമെന്ന് ഒരുപാട് പ്രതീക്ഷയുണ്ട്.